നമസ്കാരം ഗുയ്സ്, ഇന്ന് നമുക്കൊരു കോഴിക്കോടൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. ലഗോൺ ചിക്കൻ ബിരിയാണി. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ആവശ്യമായത് കുറച്ച് പച്ചമുളക് എടുത്ത് ഓൾറെഡി ചതച്ച് വെച്ചതാണ്. പിന്നെ വെളുത്തുള്ളി ആൻഡ് ഇഞ്ചി, ഇത് മൂന്നും ആദ്യമേ ചതച്ച് വെച്ചതാണ് കേട്ടോ. ഇനി നമ്മുടെ ചിക്കൻ 3 കിലോ ആണ് കേട്ടോ. അതിലേക്ക് ആവശ്യമുള്ള ഒരൽപ്പം മുളക് പൊടി, ഒരൽപ്പം മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പില, അതൊക്കെ കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചാണ്. ഒരു 4 നാരങ്ങ എടുത്ത് ഓൾറെഡി വെക്കണം. അങ്ങനെ ഇത് ഞങ്ങൾ കുക്കറിലിട്ടിട്ട് വേവിക്കാന്ന് വെച്ചാൽ ലഗോണാണല്ലോ. അപ്പോൾ അത് ഒരു കുക്കറിൽ കൊള്ളാത്തത് കൊണ്ട് 2 കുക്കറിലാണ് വേവിക്കുന്നത്. 3 കിലോ ആണ് കേട്ടോ. അങ്ങനെ പുറത്തുനിന്നാണ്, നമ്മൾ വിറകടുപ്പിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഇത് എൻ്റെ മാമൻ്റെ വീടാണ് കേട്ടോ. അപ്പം എന്നാൽ അവിടെ ചെറിയൊരു ഫങ്ഷൻ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഇവിടെ ഒത്തുകൂടിയതാണ്. കുറച്ച് ആൾക്കാരൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി രാത്രിയാണ് എല്ലാവരും. അപ്പോൾ ഇതറിയാമല്ലോ എല്ലാവരും. ഇത് അമ്മ, പിന്നെ ഇത് മാമനാണ് കേട്ടോ. ഇത് എൻ്റെ മാമനാണ്, അതായത് അമ്മയുടെ ആങ്ങളയാണിത്. അപ്പോൾ ഇത് അവരുടെ വീടാണ് കേട്ടോ. അവരുടെ വീടാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്. സുചിച്ചേച്ചിയുടെ മോളാണ് കേട്ടോ ഇത്. സുചിച്ചേച്ചി അറിയാമല്ലോ അല്ലേ, അനഘ. സുചേച്ചിയുടെ മോളാണിത്. പിന്നെ അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ ഏട്ടനാണിത്, 2ാമത്തെ ഏട്ടനാണിത്. ആര്യയുടെ ഹസ്ബൻഡ് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. പിന്നെ മക്കൾസ് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഏട്ടൻ്റെ മോള്. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. അങ്ങനെ ഞങ്ങൾ പുറത്ത് വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളവിടെ ചെമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് സവാള ഇട്ട് വഴറ്റുകയാണ്. അത് ഗോൾഡൻ കളർ, ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അത് ബിരിയാണീൻ്റെ മുകളിൽ അവസാനം വിതറി ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. നമ്മുടെ ആരാണ് ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരാൾ സുചിച്ചേച്ചിയും ഒരാൾ ഷൈനി ചേച്ചിയാണ് കേട്ടോ. ഈ ഷൈനി എന്ന് പറഞ്ഞത് എൻ്റെ ഇടത്തിമ്മയാണല്ലോ, അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഇവർ 2 ആളാണ് ഇതുണ്ടാക്കുന്നത്. കൂടുതലായിട്ട് സുചിച്ചേച്ചിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അത് മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് പട്ട, ഗ്രാമ്പൂ ഒക്കെ ഇടുക. പിന്നെ ഒരല്പം ഇഞ്ചി പേസ്റ്റ് ഇടുക. അതിലേക്ക് കുറച്ചൊരല്പം ഇഞ്ചി പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ഈ ഗ്രാമ്പൂ, പട്ട ഇതൊക്കെ കരിഞ്ഞ് പോകാതെ നോക്കണം കേട്ടോ. അടുപ്പ് നന്നായിട്ട് തീ കൂടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് നല്ല പേടി ഉണ്ടായിരുന്നത് കരിഞ്ഞ് പോകുമെന്ന്. അപ്പോൾ ചേച്ചി പറഞ്ഞു ഒന്നങ്ങോട്ട് മാറ്റി വെക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒരു കല്ലിൻ്റെ മുകളിലേക്ക് മാറ്റി വെച്ചു. അപ്പോൾ അതിന് ശേഷം കുറച്ച് പച്ചമുളക് ഇട്ടു. പിന്നെ അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി പേസ്റ്റും ഒരല്പം ചേച്ചി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഏകദേശം അവിടെ തീ ഏകദേശം കുറഞ്ഞെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ പിന്നെ അത് വീണ്ടും അങ്ങോട്ട് തന്നെ വെച്ചു. പിന്നെ നമ്മുടെ വെള്ളം വെക്കുന്ന രീതി ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാമല്ലോ അല്ലേ. ഈ ഒരു പാത്രത്തിൽ ആണ് ബിരിയാണീൻ്റെ അരിൻ്റെ അളവ്. അപ്പോൾ ആ പാത്രത്തിൽ 2 പാത്രം വെള്ളം, ഒരു പാത്രം നിറച്ചാണെങ്കിൽ 2 പാത്രം വെള്ളം വെക്കുക. അങ്ങനെ 2 പാത്രം വെള്ളം വെച്ചു. ഇനി ഇത് നന്നായിട്ട് വെട്ടി തിളയ്ക്കണം. അതിന് മുന്നേ നമ്മൾ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട്, ഉപ്പ്. അങ്ങനെ ഉപ്പും കൂടി ചേർത്ത്, അത് ഉപ്പ് കുറഞ്ഞു പോയെന്ന് വെച്ചാൽ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ മസാലയിൽ അത്യാവശ്യത്തിന് ഉപ്പ് ഇട്ടാൽ മതി. അപ്പോൾ ഒരു കുഴപ്പവും വരില്ല കേട്ടോ. അങ്ങനെ ഉപ്പ് ഇട്ട് നല്ല മഴ വരുന്നുണ്ടായിരുന്നു. പിന്നെ പുക അതുപോലെ കണ്ണിലേക്ക് നന്നായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു. ഇത് ലെമണാണ് കേട്ടോ, ചെറുനാരങ്ങ ഒഴിക്കുന്നത് എന്തിനാ വെച്ചാൽ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കാതെക്കാനാണ്. ഈ അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതെക്കാൻ വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങ ഒഴിക്കുന്നത്. അങ്ങനെ നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം ബിരിയാണീൻ്റെ അരി നമ്മളതിലേക്ക് ഇട്ടു. ഗേസ് നല്ല അടിപൊളി ചോക്കർ അരിയായിരുന്നു കേട്ടോ. അങ്ങനെ ബിരിയാണീൻ്റെ അരി അതിലേക്ക് ഇട്ടു. എന്നിട്ട് ഇനി നന്നായിട്ട് അടുപ്പ് കത്തിച്ചു. മഴ ഉണ്ടാകുമ്പോൾ ഒരു നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്കതിനി മൂടി വെക്കാം കേട്ടോ. അങ്ങനെ മൂടി വെച്ചപ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ എന്തായാലും ഒന്ന് പോയി നോക്കാം. അപ്പോൾ ചിക്കൻ ഏകദേശം 2 കുക്കറും വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വൈകുന്നേരത്തെ കഴിക്കാനുള്ള കപ്പ അവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തൊട്ടടുത്ത് തന്നെ ദാണ്ടോ നല്ല അടിപൊളി തൈരുണ്ടായിരുന്നു. ഇത് അമ്മായിയുടെ സ്പെഷ്യൽ മാങ്ങച്ചാറാണ്. അമ്മായി നല്ല അച്ചാറുണ്ടാക്കാൻ നല്ല സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ സെറ്റാക്കി വെച്ചു. പിന്നെ അമ്മായി വന്നിട്ട് ഏകദേശം റൈസ് ആയിട്ടുണ്ടോ നോക്കുകയാണ്. അപ്പോൾ റൈസ് ഏകദേശം ആയി തുടങ്ങുന്നുള്ളൂ കേട്ടോ. തുടങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും നോക്കിയപ്പോഴത്തേക്ക് റൈസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം റൈസായി, ഇനി അത് മാറ്റി വെക്കാം. ഇനി നമുക്ക് മസാല ഉണ്ടാക്കണം. അപ്പോൾ റൈസ് അങ്ങനെ മാറ്റി വെച്ചു ഗോയ്സ്. അപ്പം ഞങ്ങൾ റൈസിലേക്ക് നല്ല അടിപൊളി അമ്മിക്കുട്ടി ഉണ്ടാവുമല്ലോ, എല്ലാവർക്കും അറിയാലല്ലേ, അമ്മിക്കുട്ടിയാണ് കേട്ടോ.
ഞങ്ങൾ അതിന് പുറത്തേക്ക് ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നത്. അവൻ മസാലയ്ക്കുള്ള ചെമ്പ് ഞങ്ങൾ വെച്ചു. അപ്പോൾ നമ്മുടെ അമ്മയും കുട്ടിയും കൂടി എടുത്ത് വെച്ചപ്പോഴാണ് സമാധാനമായത്. ഇനി അത് അവിടെ കിടന്നിട്ട് ആവി കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്തോളും. അങ്ങനെ മസാലയ്ക്കുള്ള ചെമ്പ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു. അധികം വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത്, നെയ്യൊന്നും അല്ല ഒഴിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ തിളച്ച് വരുമ്പോഴേക്ക് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം. നമ്മുടെ സവാള, നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് സവാള, ആ സവാള എടുത്തിട്ട് അതിലേക്ക് ഇട്ടു. എന്നിട്ട് അത് നന്നായിട്ട് തന്നെ വഴറ്റണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് വഴറ്റുമ്പോൾ ഈ സവാളയിലേക്ക് ഒരല്പം ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ ഗെയ്സ്. അത് ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാം, എന്നാലും അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഗെയ്സ്. അങ്ങനെ ഞാനും കൂടി ഒന്ന് ഇളക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇളക്കാൻ പറഞ്ഞു, എൻ്റെ കൈ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ടാണ് ഇത്രയും ടേസ്റ്റ് എന്ന് ഞാൻ പറയുന്നത്. ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഗെയ്സ്. അങ്ങനെ നമ്മുടെ സവാള അത് അവിടെ നിന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നല്ല മഴ വരുന്നുണ്ടോ എന്നുള്ള ടെൻഷൻ ഇടവിട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സവാള നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് ഏകദേശം ഒന്ന് വഴന്ന് നമുക്ക് തോന്നുമ്പോൾ പിന്നെ ബാക്കി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് ഓരോന്നായി ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന ഒരല്പം പച്ചമുളക് ഉണ്ടായിരുന്നു. പച്ചമുളക് അത് ചില ആൾക്കാർക്ക് നല്ല എരിവ് വേണ്ടി വരും. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ അത്യാവശ്യം എരിവൊക്കെ വേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം പച്ചമുളക് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. പച്ചമുളക് ഇട്ടു. അതുപോലെ തന്നെ ഇഞ്ചി ഇട്ടു. പിന്നെ അതാ വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വെളുത്തുള്ളി ഉണ്ടായിരുന്നു. ആ വെളുത്തുള്ളി ചതച്ച് വെച്ചതും ഇഞ്ചിയും പച്ചമുളകും ഇപ്പം എല്ലാം ഇട്ടു കേട്ടോ. അപ്പം നേരത്തെ നമ്മളത് വഴറ്റാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്ന ഉപ്പും ഉണ്ടായിരുന്നു. എന്നിട്ടത് നന്നായിട്ട് തന്നെ ഇളക്കണം. നന്നായിട്ട് അതിൻ്റെ ആ ഒരു സ്മെല്ല് മൂത്ത മണം പോകണ വരെ നന്നായിട്ട് ഇളക്കുക. അപ്പം ഗെയ്സ് ഇത് കണ്ട, ഇതിൻ്റെ കറിവേപ്പില, ഇതൊക്കെ അമ്മായി കുഴിച്ചിട്ട് കറിവേപ്പില കേട്ടോ. നല്ല അടിപൊളി 2-3 കറിവേപ്പില മരം തന്നെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് നന്നായിട്ട് വീണ്ടും നമ്മൾ ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് വഴറ്റണ വരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഇതിങ്ങനെ വഴന്ന് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വഴന്ന് വരുന്നുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ഏകദേശം ആ ഒരു പച്ച സ്മെല്ലൊക്കെ മാറി. ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം കേട്ടോ. നല്ല നാടൻ, ഞാൻ പറഞ്ഞല്ലോ നാടൻ കറിവേപ്പിലയാണ്. നാടൻ കറിവേപ്പില ഇടുമ്പോൾ സത്യം പറയാൻ നല്ലൊരു പ്രത്യേക ഒരു സ്മെല്ലാണ് കേട്ടോ ഗുയ്സ്. അടിപൊളി ഒരു സ്മെല്ലാണ് ഈ നാടൻ കറിവേപ്പിലയ്ക്ക്. അങ്ങനെ ഈ നാടൻ കറിവേപ്പില ഇട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തു. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് തക്കാളി ഉണ്ടായിരുന്നു. ആ തക്കാളി ഇട്ടെടുത്ത് 3 കിലോ ബിരിയാണിക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ തക്കാളി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കാം. അസലായിട്ട് നന്നായിട്ട് ഇളക്കുക. ഈ തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് നല്ല കുഴമ്പ് പരുവത്തിൽ തന്നെ ആവണം കേട്ടോ ഗോയ്സ്. അപ്പം ഇതിൻ്റെ ഇളക്കണതിൻ്റെ ഇടയിൽ കൂടെ അമ്മായി മാങ്ങ കൊണ്ടുവന്നു കേട്ടോ. നല്ല മാങ്ങ, അടിപൊളി മാങ്ങ ഉപ്പിലിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാങ്ങയൊക്കെ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് എടുത്തു. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് മാങ്ങയൊക്കെ കഴിച്ചു. നല്ല ഈ അമ്മായിക്ക് ഈ മാങ്ങ അങ്ങനത്തേക്ക് അടിപൊളി ഓരോന്നും ഉണ്ടാക്കും അമ്മായി. അങ്ങനെ കണ്ടു. അതിലേക്ക് പെരുംജീരകത്തിൻ്റെ പൊടിച്ച് വെച്ചതുണ്ടായിരുന്നു ഒരല്പം. അങ്ങനെ അത് പൊടിച്ച് വെച്ച അത് കുറച്ചിട്ടു. പിന്നെ ഇതാ കുരുമുളക് പൊടി ഉണ്ടായിരുന്നു. കുരുമുളക് പൊടി ഇട്ടു. എരിവൊക്കെ എല്ലാവരും പാകത്തിന് ഇട്ടാൽ മതി കേട്ടോ. പിന്നെ ബിരിയാണി മസാല ഇട്ടു. പിന്നെ മഞ്ഞൾപ്പൊടി ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ടു അതിലേക്ക്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ അടിയിൽ പിടിക്കുന്നതാണ്. അങ്ങനെ നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ഇതൊക്കെ എല്ലാവരും പാകത്തിനനുസരിച്ചുള്ളത് ഇട്ടാൽ മതി, ഓവറാവരുത്. അങ്ങനെ ഇത് നന്നായിട്ട് ഇളക്കുക. ഒരല്പം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് ആ ഒരു പച്ച സ്മെല്ല് പോണ വരെ ഇളക്കുക. കണ്ടോ, അപ്പോൾ ഏകദേശമൊക്കെ വഴഞ്ഞു തുടങ്ങി അല്ലേ. ബിരിയാണി മസാല ഇട്ടു. എന്നിട്ട് വീണ്ടും ഇളക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ എരിവ് നിങ്ങൾ നോക്കണം. എരിവ് നോക്കാൻ മറക്കരുത്. ആ ഉപ്പ് നമ്മൾ ഫസ്റ്റ് കുറച്ചല്ലേ ചേർത്തിട്ടുള്ളായിരുന്നു, പിന്നെ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു. അങ്ങനെ വീണ്ടും കുറച്ച് ഉപ്പിട്ടു. അങ്ങനെ വീണ്ടും ഇട്ട് അത് നന്നായിട്ട് വഴറ്റുകയാണ് കേട്ടോ. വഴറ്റുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ ഗുയ്സ്. അപ്പോൾ നമ്മൾ ഈ വിറകടുപ്പിലായതുകൊണ്ട് ഇടുന്നുണ്ട്. എപ്പോഴത്തെ കണ്ടോ നമ്മുടെ ചിക്കൻ വെന്തു. ചിക്കൻ അതിലേക്ക് കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ അതിലേക്ക് ഇട്ടു. അപ്പോൾ ഈ ചിക്കൻ പെട്ടെന്ന് കുക്കറിലാക്കിയെന്ന് വെച്ചാൽ ലെഗോണാണ് ചിക്കൻ, അതുകൊണ്ടാണ്
അങ്ങനെ ചിക്കൻ അതിലേക്കിട്ട് എന്നിട്ട് നമുക്ക് വീണ്ടും നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് തന്നെ ഇളക്കാം. ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഇടണം കേട്ടോ ഗുയ്സ്. അപ്പോൾ ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഇടുമ്പോൾ നന്നായിട്ട് അത് ഇളക്കി കൊടുക്കും വേണം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് എല്ലാ സ്ഥലത്തും മസാലകളൊക്കെ നന്നായിട്ട് ചേർന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കും വേണം. പിന്നെ അതിൻ്റെ ഇടയിൽ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഉപ്പിടാം. അതുപോലെ എരിവും വേണമെന്നുണ്ടെങ്കിൽ കുരുമുളകും ഇടാം. അങ്ങനെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. മഴ വരുന്നുണ്ടോ എന്നുള്ള നല്ല ടെൻഷനും ഉണ്ടായിരുന്നു ഗുയ്സ് ഞങ്ങൾക്ക്. അപ്പോൾ എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നുള്ള ടെൻഷനും ഉണ്ടായിരുന്നു. അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തു എല്ലാം. ഈ അതിലേക്ക് പിന്നെ കുറച്ച് തൈരും കൂടി ഒഴിച്ചു കേട്ടോ ഗുയ്സ്. തൈര് ഒഴിക്കുമ്പോൾ അതെന്താ വെച്ചാൽ നന്നായിട്ടൊരു സോഫ്റ്റ് ആവും, ചിക്കനൊന്നും കൂടി സോഫ്റ്റ് ആവും. അതിന് വേണ്ടിയിട്ടാണ് തൈരൊക്കെ ഒഴിക്കുന്നത്. അങ്ങനെ തൈര് ഒഴിച്ചു. പിന്നെ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പം ഈ ചിക്കൻ എല്ലാ ഭാഗത്തേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ബിരിയാണി മസാലപ്പൊടി വേണമെങ്കിൽ ഒരല്പം കുറച്ചും കൂടി മസാലപ്പൊടിയൊക്കെ ഇടാം കേട്ടോ. അങ്ങനെ ഇട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. തീ കൂടിപ്പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. തൈര് കുറച്ചൊരു കുറവുണ്ട് തോന്നിയപ്പോൾ തൈര് വീണ്ടും ഒരല്പം കൂടി ഒഴിച്ചു ഗൈസ്. അങ്ങനെ തൈര് ഒഴിച്ചു. അങ്ങനെ ഇത് വീണ്ടും നന്നായിട്ട് ഇളക്കണം. പിന്നെ അതിലേക്ക് നമ്മൾ കറിവേപ്പില, മല്ലിച്ചപ്പ് ഇതെല്ലാം കൂടി ഇടുക. എന്നിട്ട് വീണ്ടും ഇളക്കുക. ഇപ്പോഴൊക്കെ നല്ലൊരു അടിപൊളി സ്മെല്ല് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നന്നായിട്ട് ഇളക്കി എല്ലാ ഭാഗത്തേക്കും ഈ മസാല എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ചിക്കനിലേക്ക് എല്ലാ ഭാഗത്തേക്കും തന്നെ മസാല എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ഇപ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് ഗുയ്സ്. സത്യം പറയുകയാണെങ്കിൽ അവിടെ നിന്നപ്പോൾ ഭയങ്കര കൊതിയായിരുന്നു കേട്ടോ. അപ്പോൾ ബിരിയാണി മസാല കുറവുണ്ട് തോന്നിയതുകൊണ്ടാണ് വീണ്ടും ബിരിയാണി മസാല ഇട്ടത് കേട്ടോ. അപ്പോൾ ഒക്കെ ഏകദേശമൊക്കെ നമ്മുടെ മസാലയൊക്കെ സെറ്റായി നമ്മളെല്ലാം ഇതാക്കി. അങ്ങനെ നമ്മൾ അടച്ച് വെക്കുക കേട്ടോ. അടച്ച് വയ്ക്കുക. അപ്പം ഏകദേശം നമ്മുടെ റൈസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. റൈസ് ആയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ വെന്തോന്നൊക്കെ നോക്കിയപ്പം അത് ഓക്കെ ആയി. അപ്പോൾ പിന്നെ അത് എടുത്ത് കൊണ്ടുവന്ന് ഇനി നമ്മുടെ മസാലേൻ്റെ മുകളിലേക്ക് ഇടണമല്ലോ. അങ്ങനെ മസാലേൻ്റെ മുകളിലേക്ക് റൈസ് ഇടാണ്. ഷൈൻ ചേച്ചിയാണ് അതൊക്കെ ഇടുന്നത്. അതിൻ്റെ ഇടയിൽ മഴ ചെറുതായിട്ട് പൊടിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ആകെ ടെൻഷനായി. അങ്ങനെ ഈ ചോറും കൂടി ഇതിലേക്കിടുക, ദമ്മിടുക. ചില ആൾക്കാർ ഈ ചോറ് ഇടുമ്പോൾ വാഴയില, ഞങ്ങളിവിടെ തന്നെ ചില ആൾക്കാർ അങ്ങനെ ചെയ്യാറുണ്ട്. വാഴയില കുറച്ച് മുറിച്ചിട്ട് അത് ഈ മസാലേൻ്റെ മുകളിൽ അത് വെച്ചിട്ട് ഈ ചോറ് അതിലേക്കിടും. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഇത് നമ്മൾ നേരിട്ട് മസാലയിലേക്ക് ചോറ് ഇട്ടതാണ്. എന്നിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഈ മല്ലിച്ചപ്പ്, കറിവേപ്പില അതും ഇടും. പിന്നെ എന്നിട്ടിത് നന്നായിട്ട് പ്രസ് ചെയ്യും വേണം കേട്ടോ. അവസാനം ഈ ചോറൊക്കെ ഇതാക്കിയതിന് ശേഷം നന്നായിട്ട് തന്നെ പ്രസ് ചെയ്യണം. പിന്നെ അതിലേക്ക് വേണമെങ്കിൽ ഒരല്പം ഈ ബിരിയാണി മസാല വീണ്ടും വേണമെങ്കിൽ ഒരല്പം കൂടി ഇടാം. പിന്നെ നമ്മൾ ഫസ്റ്റ്ലി നമ്മൾ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളി ഉണ്ടായിരുന്നല്ലോ അല്ലേ, ഉള്ളി അതും അതിൻ്റെ ഇടയിലിടാം. എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ കുറച്ച് ചോറ്, പിന്നെ ഇത് റിപ്പീറ്റായിട്ട് വരണം കേട്ടോ. കുറച്ച് ചോറ്, കറിവേപ്പില, ഇഞ്ചി, ഒരു നുള്ള് ബിരിയാണി മസാല, വീണ്ടും അങ്ങനെയായിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്കിതിട്ട് പോവാം. കറിവേപ്പില, മല്ലിച്ചപ്പ് ഒക്കെ വീണ്ടും ഇട്ടിട്ട് പോവാം. അതിന് നല്ല നാടൻ കറിവേപ്പില ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ ഗുയ്സ്. അങ്ങനെ അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മളെല്ലാം സെറ്റാക്കി. അപ്പോൾ നമ്മൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിട്ടില്ലായിരുന്നു. അത് നമുക്ക് ലാസ്റ്റിലേക്കാണ് നമ്മളത് ചെയ്യാൻ വിചാരിച്ചത് കേട്ടോ. അത് ലാസ്റ്റിലേക്ക് ചെയ്യാൻ വിചാരിച്ചത്. അങ്ങനെ പിന്നെ ഇത് ഒക്കെ സെറ്റായി. പിന്നെ അതിലേക്ക് കുറച്ചൊരു എന്താ പറയുക, ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് അമർത്തി കൊടുക്കുക. എന്നുവെച്ചാൽ അവിടെ കിടന്ന് നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ തീ ഉണ്ടാവരുത് കേട്ടോ ഗുയ്സ്. തീ ആളിക്കത്തൊന്നും ചെയ്യരുത്. തീയിൻ്റെ ഒക്കെ ഏകദേശം നമ്മൾ കണ്ടോ. അതിലേക്ക് നെയ്യ് ഒരു 250 നെയ്യ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ നെയ്യ് കംപ്ലീറ്റ് തന്നെ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കംപ്ലീറ്റ് നെയ്യ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി തീ കത്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ആ കനലിൽ തന്നെ കിടന്നിട്ട് അവിടെ നിന്നിട്ട് ഇത് വെന്തോളും. അങ്ങനെ നമ്മളിത് ഇനി ദമ്മിടാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നെയ്യെല്ലാം ഒഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ദമ്മിട്ടാലോ? ഇനി വേറെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ അല്ലേ. ഈ നെയ്യും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് വരും കേട്ടോ ഗേസ്. ആ ഒരു ബിരിയാണീൻ്റെ തന്നെ
ഒരു പ്രത്യേകപരമായൊരു ടേസ്റ്റ് ഈ നെയ്യ്. പക്ഷെ നെയ്യ് ഒത്തിരി കൂടാനും പറ്റില്ല, നെയ്യ് ഒത്തിരി കൂടിയാലും പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് ദമ്മിടാം കേട്ടോ. അങ്ങനെ നമ്മൾ ദമ്മിടാണേ. അപ്പോൾ ദമ്മിടാൻ വേണ്ടി മൂടി വെച്ചു. അപ്പോൾ ഇനി ഇതിലേക്ക് കനലിടണം. അപ്പോൾ അതാ നമ്മുടെ അടുപ്പിൽ നിന്ന് കനലെടുത്തിട്ട് കനലിടാണ്. അപ്പം നല്ല മഴ അത്യാവശ്യമൊക്കെ ഇങ്ങനെ പെയ്ത് തുടങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒക്കെ കഴിഞ്ഞപ്പോഴേക്കാണ് മഴ നന്നായിട്ട് തന്നെ പെയ്ത് തുടങ്ങിയത്. ഞാൻ കനലിട്ടു. കനലിടുമ്പോൾ ഒക്കെ നല്ല മഴേൻ്റെ ശബ്ദമാണ്, ചീച്ചിയാന്നിട്ടുള്ള. കാരണം ഈ വെള്ളം വീഴുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട് ഉണ്ടാവുമല്ലോ, ആ സൗണ്ട് നന്നായിട്ട് എന്താ പറയുക, ഈ തീയിലും കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ഒരു തരം സൗണ്ടാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തു. അങ്ങനെ നമ്മൾ എല്ലാം ഫിനിഷ് ചെയ്തു. നേരത്തെ എടുത്ത് വെച്ച അമ്മിക്കുട്ടി ഉണ്ടായിരുന്നല്ലോ, നമ്മൾ റൈസിന് എടുത്ത് വെച്ച ആ അമ്മിക്കുട്ടി അതിൻ്റെ മുകളിൽ വെച്ചു. മുകളിൽ വെച്ചപ്പോൾ അത്യാവശ്യം കണ്ടോ മഴ പെയ്യുന്നുണ്ട്. എനിക്ക് സമാധാനം കിട്ടുന്നില്ലായിരുന്നു മഴ പെയ്യുന്നത് കണ്ടപ്പോൾ. എന്താവും ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട്. അങ്ങനെ നമ്മൾ വലിയൊരു കുടയെടുത്ത് അവിടുന്ന് കൊണ്ടുവന്നിട്ട് കണ്ടോ ഗെയ്സ്, ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ്, ആ പുക കൊണ്ടിട്ടാണ് നമ്മൾ അവിടെ നിൽക്കുന്നത്. ബിരിയാണിക്ക് വേണ്ടി എന്തെല്ലാം റിസ്ക് എടുക്കണം ഗെയ്സ്. അങ്ങനെ നമ്മളവിടെ കാത്തിരിക്കുകയാണ്. ആ ബിരിയാണി ഒന്ന് പെട്ടെന്ന് ആയിക്കിട്ടാൻ വേണ്ടി നമ്മളവിടെ കാത്തിരിക്കുകയാണ്. തീ ശ്രദ്ധിക്കണം കേട്ടോ, തീ ഒത്തിരി ആവരുത് കേട്ടോ. അങ്ങനെ അപ്പോൾ ഏകദേശം നമ്മൾ ദമ്മിട്ടു. അത്യാവശ്യം ആകുമ്പോൾ കണ്ടോ നമ്മുടെ ബിരിയാണി. ഇതിലേക്ക് പിന്നെ നമ്മൾ ഇതിൻ്റെ ഇറക്കി വെച്ചതിന് ശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഗോയ്സ്. കണ്ടപ്പോൾ തന്നെ നല്ല അടിപൊളിയില്ലേ? കാണുന്ന പോലെയല്ല, കൂട്ടി നോക്കുമ്പോൾ സൂപ്പറാണ്, സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളിയാണ്. എല്ലാവർക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അങ്ങനെ പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്തു. ഇനി അത് എടുത്തിട്ട് ചിക്കൻ വേറെ ഇതിലേക്ക് ആക്കണം, റൈസ് വേറൊരു ഇതിലേക്ക് ആക്കണം. അപ്പോൾ നമുക്ക് റൈസ് ആദ്യം തന്നെ എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ആക്കാം. അതുപോലെ തന്നെ ചിക്കനും മാറ്റി വെക്കാം. അങ്ങനെ നമുക്കൊരു നല്ലൊരു കോഴിക്കോടൻ ബിരിയാണി തന്നെ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് കഴിക്കാം ഗോയ്സ്. അപ്പോൾ എല്ലാവരും പോരും ബിരിയാണി കഴിക്കാൻ. ഓക്കേ, അപ്പോൾ ഇന്നത്തെ ബിരിയാണിയുടെ വിശേഷം ഇത്രയേ ഉള്ളായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും പരീക്ഷിക്കാം. ഇത് നല്ലൊരു ടേസ്റ്റിയായൊരു ബിരിയാണിയാണ്, ലഗോൺ ബിരിയാണി പ്രത്യേകിച്ചും നല്ല അടിപൊളിയാണ്, സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും പരീക്ഷിക്കണം. എന്നിട്ട് എല്ലാവരും പരീക്ഷിച്ചിട്ട് ഞങ്ങളോട് അഭിപ്രായങ്ങൾ കമൻസായിട്ട് തന്നെ ഇടണം. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സി യു. എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ, സി യു, ടാറ്റാ.